സരംഗ ഗുഡ് മോർണിംഗ്. ഏതായാലും ലാലിയുടെ തുറന്നു പറച്ചിൽ ഇന്നലെ വലിയ ചർച്ചയായി മാറിയിരുന്നു. വളരെ ഗൗരവതരമായ വിഷയമാണ് ഉയർന്നു വന്നത്. കോൺഗ്രസ് നേതൃത്വം മേയർ സ്ഥാനം നൽകണമെങ്കിൽ പണം ആവശ്യപ്പെട്ടു. പണം നൽകിയാണ്, കോഴം നൽകിയാണ് കോൺഗ്രസ് മേയർ സ്ഥാനം തൃശൂരിൽ നൽകിയിരിക്കുന്നത് എന്ന ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിച്ചത്. എന്നാൽ അവർ ഉന്നയിച്ച ആരോപണത്തിന്റെ വസ്തുതയോ അതിന്റെ സാഹചര്യമോ പരിശോധിക്കാതെ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്ത. മനു, തീർച്ചയായും ഇന്നലെ രാത്രിയോടെയായിരുന്നു ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അച്ചടക്ക നടപടി ലാലി ജെയിംസിനെതിരെ ഉണ്ടാകുന്നത്. അതായത് കൃത്യം ഒരു 9 മണിക്ക് ശേഷമാണ് DCCയുടെ നേതൃത്വത്തിൽ ലാലി ജെയിംസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഇന്നലെ തന്നെ വലിയ പ്രശ്നങ്ങളായിരുന്നു DCCയിലും അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ സംബന്ധിച്ചും ഉണ്ടായിരുന്നത്. കാരണം അത്രമാത്രം പരിചയസമ്പന്നയായ ലാലി ജെയിംസിനെ യാതൊരു വിധത്തിലുമുള്ള മുൻഗണന നൽകാതെ പിന്തള്ളിക്കൊണ്ടാണ് പുതുമുഖമായിട്ടുള്ള നിജി ജസ്റ്റിനെ അവിടെ മേയറായി പ്രഖ്യാപിച്ചത്. അതിന് പിന്നാലെ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ് അധികാരത്തിലെത്തിയതിനു ശേഷം തന്നെ തർക്കം രൂക്ഷമായിരുന്നു. കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കളും അതുപോലെ തന്നെ കൗൺസിലർമാരും ഇത്തരത്തിൽ ലാലി ജെയിംസ് മേയർ ആകണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് തുടക്കം മുതലേ തന്നെ നിലനിന്നിരുന്ന ഒരു സംസാരമായിരുന്നു, ലാലി ജെയിംസ് മേയർ ആകുമെന്നുള്ളത്. എന്നാൽ അതിനൊക്കെയോ എത്രയോ സമയങ്ങൾ മുന്നേ തന്നെ പലതരത്തിലുള്ള ചരടുവലികൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള നേതാക്കളുടെ ഇടപെടലുകൾ തൃശ്ശൂരിൽ നടന്നിരുന്നു എന്നുള്ള വാർത്തകളാണ് ലാലി ജെയിംസ് പുറത്തു കൊണ്ടുവരുന്നത്. പ്രധാനമായും തൃശ്ശൂരിലെ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിന്റെ സംഘമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതായത് യാതൊരു വിധത്തിലുള്ള മുൻപരിചയവുമില്ലാത്ത കിഴക്കുംപാട്ടുകരയിൽ നിന്ന് വിജയിച്ചെത്തിയ പുതുമുഖമായിട്ടുള്ള നിജി ജസ്റ്റിനെയാണ് മേയറായി പ്രഖ്യാപിച്ചത്. അതിന് പിന്നിൽ KC വേണുഗോപാലും അതുപോലെ തന്നെ KC വേണുഗോപാലിന്റെ 5 പേരടങ്ങുന്ന സംഘവും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഗുരുതര ആരോപണമാണ് ലാലി ജെയിംസ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ DCC പ്രസിഡന്റ് തന്നെ മേയറാക്കാൻ പണം ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അത് പ്രധാനമായും ആവശ്യപ്പെട്ടത് പണം പാർട്ടിക്ക് വേണ്ടിയാണ്, പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് പണം എന്നാണ് പറയുന്നത്. അപ്പോൾ ലാലി ഇങ്ങനെ മറുപടി നൽകുന്നുണ്ട്. അതായത് തന്റെ കയ്യിൽ പണമില്ല, താനൊരു പാവപ്പെട്ട കുടുംബ സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഒരു DCC അധ്യക്ഷൻ, കോൺഗ്രസിന്റെ ഒരു DCC അധ്യക്ഷൻ നൽകുന്ന മറുപടി ഇങ്ങനെയായിരുന്നു. അതായത് കയ്യിൽ കാശില്ലാതെ പിന്നെ എന്തിനാണ് മേയർ ആകാൻ വരുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത്. ആ ചോദ്യത്തോടു കൂടി തന്നെ ലാലി ജെയിംസ് വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം നേരിട്ടു എന്നുള്ള കാര്യം ഇന്നലെ തന്നെ ലാലി ജെയിംസ് ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നിജി ജസ്റ്റിൻ പലതരത്തിൽ പണമിടപാട് നടത്തിയാണ് നിലവിൽ മേയർ സ്ഥാനം നേടിയത് എന്ന ഗുരുതര ആരോപണം കൂടി ലാലി ജെയിംസ് ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇതിനു മുന്നേ തന്നെ, അതായത് അനൌദ്യോഗികമായിട്ടുള്ള പല ചർച്ചകളും തൃശ്ശൂരിൽ നടന്നു. ഈ ചർച്ചകളൊക്കെ തന്നെ നടന്നത് നിജി ജസ്റ്റിന്റെ വീട്ടിലായിരുന്നു. നിജി ജസ്റ്റിനെ മേയറാക്കാമെന്നുള്ളത് KC വേണുഗോപാലിന്റെ വാക്കായിരുന്നു. അതിനുവേണ്ടി പല നേതാക്കൾക്കും ഇത്തരത്തിൽ പണം ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ലാലി ജെയിംസ് വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർ ഇന്നലെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി പാർട്ടി സ്വീകരിച്ചാൽ ഞാൻ പല കാര്യങ്ങളും എനിക്ക് തുറന്നു പറയേണ്ടി വരും. ഒരു രാജൻ പല്ലൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെയൊക്കെ പേരെടുത്തുകൊണ്ടാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് മറ്റു പല ആളുകളുടെയും പല വിവരങ്ങളും എനിക്ക് തുറന്നു പറയേണ്ടി വരും എന്നാണ് ഇന്നലെ ലാലി ജെയിംസ് പറഞ്ഞത്. അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾക്ക് ഈ സാഹചര്യത്തിൽ സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? മനു, അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് ഇന്നത്തോടു കൂടി അറിയാം. കാരണം ഒരു അച്ചടക്ക നടപടി, തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നുള്ള കാത്തിരിപ്പിലായിരുന്നു ലാലി ജെയിംസ്. എന്നാൽ ആ നടപടി ഉണ്ടായിരിക്കുന്നു. ഇനി എന്തായിരിക്കും ലാലി ജെയിംസിന്റെ അടുത്ത നടപടി എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. കാരണം ഇന്നലെ തന്നെ ലാലി ജെയിംസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നു, തനിക്കെതിരെ DCC നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി എടുത്താൽ പല നേതാക്കളുടെയും സാമ്പത്തിക തിരിമറികളെ കുറിച്ചുള്ള വിവരങ്ങൾ തെളിവ് സഹിതം പുറത്തുവിടുമെന്ന്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജൻ പല്ലൻ എന്ന തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവിന്റെ സാമ്പത്തിക തിരിമറികൾ. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ കോർപ്പറേഷനിൽ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നിരുന്ന രാജൻ പല്ലന്റെ സാമ്പത്തിക തിരിമറികളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരും. അത് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെയാണ് ലാലി ജെയിംസ് ഇന്നലെ ഉറപ്പിച്ചു പറഞ്ഞത്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ അങ്ങനെ പറയണമെങ്കിൽ മാത്രം അതിനുള്ള തെളിവുകളും അത്തരത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് മാത്രമായിരിക്കും ലാലി ജെയിംസ് ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും ഇത്തരത്തിൽ അച്ചടക്ക നടപടി ഉണ്ടായ സാഹചര്യത്തിൽ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകാനാണ് സാധ്യത. ബാക്കിയുള്ള കാര്യങ്ങൾ ലാലി ജെയിംസ് എങ്ങനെയാണ് ഇനി ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം
ഒരു വർഷമെങ്കിൽ പോലും തനിക്ക് കൗൺസിലറാകണമെന്നായിരുന്നു ലാലി ജെയിംസിന്റെ ആഗ്രഹം. എന്നാൽ അതുപോലും തള്ളിക്കൊണ്ടാണ് നിലവിൽ DCC ഇത്തരത്തിൽ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഈ ഒരു നടപടി എടുത്തത്. സ്വാഭാവികമായും ഇവിടെ സാരംഗ, സ്വാഭാവികമായും ഒരു ആരോപണം വരുമ്പോൾ രണ്ട് വശവും പരിശോധിക്കണമല്ലോ. അങ്ങനെയാണല്ലോ ഒരു നടപടി സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇവിടെ ലാലി ജെയിംസ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, മണിക്കൂറുകൾക്കുള്ളിൽ അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുമാനം വരുന്നു. അവർ ഉന്നയിച്ച ആരോപണത്തിന്റെ വസ്തുതകളിലേക്കോ അതിന് മെറിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ DCC നേതൃത്വം തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അന്വേഷണം അവരുടെ തലത്തിൽ നടന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? ഒരിക്കലുമില്ല മനു, അത്തരത്തിലുള്ള ഒരു അന്വേഷണവും നടന്നിട്ടില്ല. കാരണം ഒരു നേതാവ്, ജില്ലയിലെ തന്നെ ഒരു കൗൺസിലറും അതുപോലെ തന്നെ മുതിർന്ന നേതാവുമായിട്ടുള്ള ഒരു വ്യക്തി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ, അതായത് DCC പ്രസിഡന്റിനെതിരെ ഇത്രമാത്രം ഒരു ഗുരുതര ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്താൻ DCC നേതൃത്വം ഔദ്യോഗികമായിട്ടോ അല്ലാതെയോ തീരുമാനമെടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, പ്രധാനമായും തൃശ്ശൂരിലെ DCCയെ ഉൾപ്പെടെ നിയന്ത്രിക്കുന്നത് KC വേണുഗോപാലാണ്. അതിനുവേണ്ടി KC വേണുഗോപാലിന് തന്നെ ഒരു 5 പേരടങ്ങുന്ന സംഘം തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും ഈ മേയർ ആരാകണമെന്നുള്ള കാര്യമൊക്കെ ഒരു ഭൂരിപക്ഷം ഈ ലാലി ജെയിംസ് പറഞ്ഞ ഈ രാജൻ പല്ലൻ എന്ന് പറയുന്ന ആളൊക്കെ KC വേണുഗോപാൽ വിഭാഗത്തിന്റെ ആളാണോ? തീർച്ചയായും അത്തരത്തിൽ KC വേണുഗോപാലിന്റെ അനുയായിയാണ്. അതിൽ മറ്റ് ആളുകളുമുണ്ട്. അതായത് 5 പേരടങ്ങുന്ന സംഘമാണ്. എന്നാൽ ഈ 5 പേര് ആരാണെന്നുള്ള ചോദ്യത്തിന് ലാലി ജെയിംസ് മറുപടി നൽകിയിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് നടപടി ഉണ്ടായ സാഹചര്യത്തിൽ അത്തരത്തിൽ ഈ 5 പേര് ഗ്രൂപ്പ് കളിക്കുന്ന ഈ 5 പേര് ആരാണ്, അതായത് KC വേണുഗോപാലിന്റെ കടുത്ത അനുയായികളായിട്ടുള്ള ഈ 5 പേര് ആരാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷെ ഇന്ന് വെളിപ്പെടുത്തിയേക്കാനാണ് സാധ്യത. കാരണം ലാലി ജെയിംസ് അത്രമാത്രം അതൃപ്തിയിലാണ്. DCC ആണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ചർച്ചകൾക്കോ മറ്റോ വിധേയമാക്കാതെയാണ്, അല്ലെങ്കിൽ ലാലി ഉന്നയിച്ച പരാതിയിൽ എന്തെങ്കിലും കടമുണ്ടോ? അത് ഒന്നാമത്തെ കാര്യം. ഈ DCC പ്രസിഡന്റിന് തന്നെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരുപക്ഷെ അത്തരത്തിലുള്ള നടപടിയിലേക്ക് DCC കടക്കില്ല. കാരണം ഇത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ പോലും ഭരിക്കുന്നത് ഒരു ഗ്രൂപ്പായിട്ടാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ DCC അധ്യക്ഷനേക്കാൾ ഉപരി പവറുള്ളത് അല്ലെങ്കിൽ അധികാരമുള്ളത് ഇത്തരത്തിൽ KC വേണുഗോപാലിനാണ്. DCC അധ്യക്ഷന്റെ തീരുമാനങ്ങളെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ തൃശ്ശൂരിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അങ്ങ് ഡൽഹിയിൽ ഇരിക്കുന്ന KC വേണുഗോപാലിനുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ ഔദ്യോഗികമായിട്ട് ഈ AICC നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ നിജി ജസ്റ്റിനെ മേയറെ പ്രഖ്യാപിച്ചത്. പ്രധാനമായും ഈ കോൺഗ്രസ് കൗൺസിലർമാരിൽ ഉൾപ്പെടെ ലാലി ജെയിംസ് മേയറാകണമെന്നായിരുന്നു. അതായത് ഈ DCCക്ക് അകത്തിരിക്കുന്ന നേതാക്കൾക്കിടയിൽ പോലും ലാലി ജെയിംസ് മേയറാകണമെന്നായിരുന്നു. എന്നാൽ ഒരു സുപ്രധാന നിമിഷത്തിൽ ആ തീരുമാനം മാറി. അതായത് DCC അധ്യക്ഷന്റെ പദവി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അംഗീകാരത്തെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിമിഷത്തിൽ ഈ പേര് മൊത്തത്തിൽ അങ്ങ് മാറുന്നു. പിന്നീട് നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ തന്നെ വ്യക്തമാണ് ഈ KC വേണുഗോപാലിന്റെയും സംഘത്തിന്റെയും ഇടപെടൽ തൃശ്ശൂരിൽ എത്രമാത്രം വലുതായിരുന്നു എന്നുള്ള കാര്യം. മനു, അല്ല, സാധാരണഗതിയിലെ ഇപ്പോൾ ഞാൻ ഈ സസ്പെൻഷൻ നടപടിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ സസ്പെൻഷൻ നടപടി വരുന്നത്. ഈ സസ്പെൻഡ് ഒരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിനു മുൻപ് ഒരു കാരണം കാണിക്കൽ നോട്ടീസൊക്കെ സാധാരണഗതിയിൽ നൽകാറുണ്ട്. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. ഇരുട്ടിന്റെ മറവിൽ വളരെ വേഗത്തിൽ സസ്പെൻഷൻ നടപടി ഇറങ്ങുകയായിരുന്നു. അപ്പോൾ വലിയ വ്യഗ്രത ലാലിയെ സസ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നത് ഉറപ്പാണ്. അത് KC വേണുഗോപാലിന്റെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ആ നടപടി എന്നാണോ കരുതേണ്ടത്? തീർച്ചയായിട്ടും മനു, അത്തരത്തിലുള്ള ഒരു ഇടപെടൽ മൂലം തന്നെയാണ്. അതായത് KC വേണുഗോപാലിന്റെ സംഘത്തെ ഭയക്കുന്ന ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് ആ KPCCയിൽ ഇരിക്കുന്നത്. അത് ഈ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ള സംഘം. ഒരു പക്ഷെ ലാലിക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ അത് മറ്റൊരു തരത്തിലേക്ക് ചർച്ച നീങ്ങും എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയായിരിക്കും യാതൊരു വിധത്തിലുള്ള കാരണം കാണിക്കൽ നോട്ടീസും ഇല്ലാതെ ലാലിയെ അർദ്ധരാത്രിയോടെ കൂടി പുറത്താക്കുന്നത്. അതിലും ഇത്തരത്തിൽ KC വേണുഗോപാലിന്റെ സ്വാധീനം വളരെ വലുത് തന്നെയായിരിക്കും. കാരണം ഇതെല്ലാം നിരീക്ഷിക്കുന്നത്, ഗോഡ്ഫാദറായി നിന്ന് നിരീക്ഷിക്കുന്നത് KC ആണ്. ഇതെല്ലാം, അതായത് ഈ തൃശ്ശൂർ ജില്ലയിൽ എന്ത് നടക്കുന്നു, തൃശ്ശൂർ ജില്ലയിലെ DCC അധ്യക്ഷന്റെ നടപടികൾ എന്താണ്, മറ്റു പ്രവർത്തകരുടെ നടപടികൾ എന്താണ്, ഇതൊക്കെ അപ്പോൾ വിവരം അറിയിക്കാൻ KCയുടെ സംഘം തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘത്തിനെയും KCയെയും മറിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് DCCക്ക് യാതൊരു വിധത്തിലുള്ള തീരുമാനമെടുക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഉടനടി, അതായത് രാവിലെ ഒരു നടപടി ഉണ്ടാകുമെന്ന് സൂചനകൾ നൽകുന്നു. ഇത്തരത്തിൽ ആരോപണം തുറന്നടിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നത്. വൈകിട്ടോടുകൂടി യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ, അതായത് കാരണം കാണിക്കൽ നോട്ടീസ് പോലും ഇല്ലാതെ ഒരു നോട്ടീസ് അങ്ങ് ഔദ്യോഗികമായിട്ടൊരു നോട്ടീസ് അങ്ങ് പുറത്തിറക്കുകയാണ്. അച്ചടക്ക നടപടികൾ, അതായത് പാർട്ടിക്കെതിരെ അപമാനകരമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രചരണം നടത്തിയ, വാർത്ത നൽകിയ
ലാലി ജെയിംസിനെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചുകൊള്ളുന്നു DCC പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി ഇനി അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ച് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ച സ്ഥിതിക്ക് കോൺഗ്രസിനോടൊപ്പം പോവുക ലാലി ജെയിംസിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ അടുത്ത തീരുമാനങ്ങൾ എങ്ങനെയാകും എന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? വരും ദിവസങ്ങളിൽ തൃശ്ശൂരിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സാരംഗ് ഈ ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? മനു, ഈ കാര്യത്തെക്കുറിച്ച് ഇന്നലെ തന്നെ നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അതായത് ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ, അല്ലെങ്കിൽ ഈ മേയർ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇന്നലെ ചോദിച്ചിരുന്നപ്പോൾ താൻ 100% കോൺഗ്രസുകാരിയാണെന്നും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും കോൺഗ്രസിൽ നിന്ന് മാറി ചിന്തിക്കില്ലെന്നുമായിരുന്നു ലാലി ജെയിംസ് പറഞ്ഞിരുന്നത്. ഇന്ന് ഇനി എങ്ങനെയായിരിക്കും സാഹചര്യം എന്നുള്ളത് നമുക്ക് അല്പം സമയത്തിനകം തന്നെ അറിയാം. ഒരുപക്ഷെ ലാലി ജെയിംസ് ഇത്ര കാലമായിട്ട് കൗൺസിലറായിട്ട് പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയായിരുന്നു. നാട്ടിൽ തന്നെ ഒരുപാട് ആളുകളായിട്ട് ബന്ധമുണ്ട്, സജീവമായിരുന്നു. അങ്ങനെ ഒരു നേതാവിനെ ഒഴിവാക്കിയാണ്. അതുകൊണ്ട് തന്നെ ലാലി ഇന്നലെ പറഞ്ഞത് യാതൊരു വിധത്തിലും താൻ ഇപ്പോഴും 100% കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. എന്ത് പ്രശ്നമുണ്ടായാലും, അതായത് തനിക്കെതിരെ ഇത് നടപടി ഉണ്ടായെങ്കിൽ പോലും കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കില്ല. കോൺഗ്രസിന് വേണ്ടി ജീവൻ പോലും പണയം വെച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് താനെന്നും ലാലി ജെയിംസ് ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് എങ്ങനെയാണ് ഈ അച്ചടക്ക നടപടി ഉണ്ടായ സാഹചര്യത്തിൽ അത് മാറി ചിന്തിക്കാൻ ലാലി ജെയിംസ് തയ്യാറാകുമോ എന്നുള്ള കാര്യം ഇന്ന് നമുക്കൊരു പക്ഷേ ലാലി ജെയിംസ് തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താനാണ് സാധ്യത ഉള്ളത്. മറ്റു കാര്യങ്ങൾ തന്നെ ഇത്തരത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനില്ല. അതൊക്കെ തന്നെ നമുക്ക് ഇനി ലാലി ജെയിംസിന്റെ മറുപടിയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ.